ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയേക്കാം. എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം, വേദനിപ്പിച്ചേക്കാം. തോരാത്തതായ കണ്ണുനീരുകൾ തന്ന് മാനസികമായി തകർത്തേക്കാം. എല്ലാവരും അകറ്റി നിർത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അപമാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന്. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയത് എന്തിനെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തിയത് വലിയ സമൃദ്ധികളും നന്മകളും ഞാൻ നിനക്ക് തരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ജനസമൂഹത്തിൻ്റെ നടുവിൽ നീ ഇരുന്നാൽ ഞാൻ തരേണ്ട നന്മകളെ ഞാൻ നിനക്ക് എങ്ങനെ തരും? സകലത്തിനെയും ഞാൻ നിനക്ക് വിവേകത്തിൻ്റെ ബുദ്ധിയായി, നന്മകളായി തിരിച്ചറിവിൻ്റെ അനുഭവങ്ങളെ തന്ന് ഞാൻ നിന്നെ മാറ്റി നിർത്തിയത് ഞാൻ നിന്നെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടാണ്. ഭാരപ്പെടരുത്, ഒറ്റപ്പെട്ടെന്ന് തോന്നൽ വേണ്ട. ഞാൻ നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്ത്. ഈ ഭൂമിയിലെ എല്ലാ സമൃദ്ധികളെയും ഞാൻ നിനക്ക് തരും. സർവശക്തനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നന്മയുടെ അടയാളമായി നീ ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പുതിയ നന്മകളെ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ആമേൻ.